ഏറ്റവും പുതിയ മറ്റൊരു വാർത്തയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരികയാണ്. ഇസ്രായേലിന് മേലുള്ള ആക്രമണം വീണ്ടും രൂക്ഷമാവുകയാണ്. ടെല്ലവീവ് നഗരത്തെ ചാമ്പലാക്കിക്കൊണ്ട് വീണ്ടും മറ്റൊരു ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച അയൺ ഡോമിൻ്റെ മിസൈലുകൾ തിരികെ ഇസ്രായേലിൽ തന്നെ പതിച്ച് വീണ്ടും നാശനഷ്ടങ്ങൾ വരുത്തി എന്നാണ് ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ രോഷം പൂണ്ട നെതന്യാഹു ഉടൻ തന്നെ ഗസയെ ആക്രമിച്ച് 80-ലധികം പേരെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് പ്രതികാരം നിർവഹിച്ചത്. നെതന്യാഹുവിന് അതിനല്ലേ കഴിയുള്ളൂ. ഉടൻ തന്നെ ഗസയിലേക്ക് പോയി അവിടെ കുറേ ആൾക്കാരെ കൊല്ലുക, അതാണ് അയാൾ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു വാർത്തയും കൂടി മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ലെബനനിലുള്ള അവരുടെ ബങ്കറുകളിൽ നിന്ന് റഷ്യൻ നിർമ്മിത അത്യന്താധുനിക ആയുധങ്ങൾ, അതായത് കോർണറ്റ് ടാങ്കിനെയൊക്കെ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ പിടിച്ചെടുത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. അപ്പോൾ റഷ്യ സജീവമായി തന്നെ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ലോകം മനസ്സിലാക്കുകയാണ്. റഷ്യൻ ആയുധങ്ങൾ ഹിസ്ബുള്ള കൃത്യമായി സൂക്ഷ്മമായി തന്നെ ഉപയോഗിക്കുന്നു എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് മിസൈലുകൾ ഇടാൻ കഴിയുന്നത്. ഇപ്പോൾ അവർ ടെല്ലവീവ് നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മിസൈലുകൾ പൊതുവെയായി ഉപയോഗിക്കുന്നത്. ടെല്ലവീവ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളും അവർ നശിപ്പിച്ചു കഴിഞ്ഞു. അത് നമുക്ക് മീഡിയകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രധാന വാർത്തയും കൂടെ പുറത്തു വരുന്നുണ്ട്. റഷ്യ അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഈ ആയുധങ്ങൾ കൊടുത്ത് ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്ക ധൈര്യമുണ്ടെങ്കിൽ നേരിൽ വാ എന്ന് റഷ്യ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്നാൽ ട്രംപോ യുദ്ധത്തിന് താല്പര്യമില്ല എന്നുള്ള മട്ടിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ബൈഡനാണല്ലോ പ്രസിഡന്റ്, അയാൾ ജനുവരി വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്രംപ് വരും. ഈ ട്രംപ് വരുമ്പോൾ തന്നെ ഇസ്രായേൽ മിക്കവാറും ബാക്കി ഉണ്ടാവില്ല. അതുപോലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇനി അഥവാ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായാൽ പോലും ഇസ്രായേലിന് പരമാവധി നഷ്ടം വരുത്തുക, എന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കുക, അതാണ് ഹിസ്ബുള്ള കണക്ക് കൂട്ടുന്നത്. ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, യുദ്ധം മുറുകുന്നു എന്നുള്ളൊരു സൂചനയാണ് ഞാൻ നൽകിയത്. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ശത്രുപക്ഷത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിന് അതിനെ പ്രഹരം ഏറ്റു തുടങ്ങി. ഇസ്രായേൽ ശരിക്കും ഭയന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന് ഭീകരമായ മറുപടി ഉണ്ടാകും എന്ന് ഹിസ്ബുള്ളയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതവർ ചെയ്യും. എന്നാൽ റഷ്യയോ ഇറാനെയോ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് കൂടുതൽ അപകടം വിളിച്ചു വരുത്തുമെന്ന് അവർക്കറിയാം. അവർ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഗസയെ പോയി ആക്രമിക്കും. അതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവരുടെ തലസ്ഥാനമാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ലെബനോനിൽ പോയി നശിപ്പിക്കുമ്പോൾ തിരിച്ച് ലെബനോനിൽ നിന്ന് ഇങ്ങോട്ട് അവർ വന്ന് ടെല്ലവീവ് നശിപ്പിക്കുന്നു. ഇങ്ങനെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ ഒരു മിസൈലിൻ്റെ മഴ തന്നെ ഉണ്ടാക്കുമെന്നാണ് ഹിസ്ബുള്ള ഇന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതിനർത്ഥം ഞങ്ങളെ ആക്രമിക്കാൻ നിൽക്കണ്ട, നിന്നാൽ ഞങ്ങൾ ഇനിയും മഴ പെയ്യിക്കും, മിസൈലുകൾ കൊണ്ട് മഴ പെയ്യിക്കും, നിങ്ങളുടെ അയൺ ഡോമിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ലോകത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ കിട്ടുന്ന മേടിക്കാന്നല്ല വേറെ മാർഗമുണ്ടോ? എന്തായാലും ഇസ്രായേലിൻ്റെ കാര്യം വളരെ ദുരിതത്തിലേക്ക് പോവുകയാണ്. ജനത്തിന് ബങ്കറിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അവർ അടിയും തിരിച്ചടിയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പെട്ടെന്ന് അറിയിക്കുന്നത്. നാളെ മറ്റൊരു വാർത്തയുമായി വീണ്ടും വരുന്നതാണ്.